എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നമസ്കാരം. 20 ഡേയ്സ് 20 സ്റ്റോറീസ് ചലഞ്ചിൻ്റെ 12ാം ദിവസമായ ഇന്നത്തെ കഥ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന കണ്ണൂർക്കാരുടെ സ്വന്തം പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അതാണ്. ശ്ശേരിയിലെ പടിയൂർ മണക്കാട്ടില്ലത്തെ അയ്യങ്കര വാഴുന്നവർക്കും അദ്ദേഹത്തിൻ്റെ പത്നി പാടുക്കുട്ടി അന്തർജനത്തിനും കുട്ടികളില്ലായിരുന്നു. അവർ കടുത്ത ഈശ്വര പ്രാർത്ഥനയോടെ കഴിഞ്ഞുകൂടി. ഒരു ദിവസം അന്തർജനം അടുത്തുള്ള കൊട്ടിയൂർ പുഴയിൽ കുളിക്കാൻ പോയപ്പോൾ പുഴക്കരയിലെ ഒരു പാറപ്പുറത്ത് തേജസ്വിയായ ഒരു കുഞ്ഞിനെ കണ്ടുകിട്ടി. ഈശ്വരൻ തങ്ങൾക്ക് തന്ന കുട്ടിയാണെന്ന് കരുതി അവർ ആ കുഞ്ഞിനെ വളർത്തി. കുട്ടി വലുതായപ്പോൾ അവിടുത്തെ ആചാരങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തനായാണ് ജീവിച്ചത്. അന്തർജനങ്ങളുടെ പതിവ് ശീലങ്ങൾക്ക് വിപരീതമായി അവൻ കാട്ടുമൃഗങ്ങളെ വേട്ടയാടാനും സാധാരണക്കാര ജനങ്ങളോടൊപ്പം നടക്കാനും ഊട്ടുപുരകളിൽ പോയി മാംസാഹാരം കഴിക്കാനും തുടങ്ങി. ഇത് അന്തർജനത്തെയും വാഴുന്നവരെയും ഏറെ സങ്കടപ്പെടുത്തി. ഒടുവിൽ മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങാൻ സാധിക്കാതെ വന്നപ്പോൾ ആ മകൻ ഇല്ലം വിട്ടിറങ്ങാൻ തീരുമാനിച്ചു. പോകുന്നതിന് മുമ്പ് അവൻ തൻ്റെ വിശ്വരൂപം അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു. അതൊരു ദിവ്യപുരുഷനാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. കൺചിമ്മി പോകുന്ന ആ ദിവ്യപ്രകാശം കാണാൻ കഴിയാതെ അമ്മ മകനോട് കണ്ണുകൾ മറയ്ക്കാൻ ആവശ്യപ്പെട്ടു. അതുകൊണ്ടാണ് മുത്തപ്പൻ ദൈവത്തിൻ്റെ മുഖത്തെഴുത്തിൽ കണ്ണുകൾക്ക് മുകളിലായി ഒരു പൊയ്ക്കണ്ണ് വയ്ക്കുന്നത്. മുത്തപ്പൻ എപ്പോഴും കയ്യിലൊരു വില്ലും അമ്പുമേന്തി കാവൽക്കാരായി കുറേ നായ്ക്കളുമാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നും മുത്തപ്പൻ മടപ്പുരകളിൽ നായകളെ വിശുദ്ധ മൃഗമായി കാണുന്നതും സംരക്ഷിക്കുന്നതും. പറശ്ശിനിക്കടവിലേക്ക് ഇല്ലം വിട്ടിറങ്ങിയ മുത്തപ്പൻ കുന്നത്തൂർ പാടി പുരളിമല തുടങ്ങിയ കാട്ടുപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചു ഒടുവിൽ വളപട്ടണം പുഴയുടെ തീരത്തുള്ള പറശ്ശിനിക്കടവിൽ എത്തിച്ചേർന്നു. അവിടെ വെച്ച് കള്ളുചത്തുകാരനായ ചന്ദൻ എന്നൊരാൾ തൻ്റെ കള്ള് കുടിക്കുന്നത് കാണാനിടയായി. കോപിഷ്ഠനായ ചന്ദൻ മുത്തപ്പന് നേരെ അമ്പയും തുനിഞ്ഞെങ്കിലും പെട്ടെന്ന് തന്നെ അവനൊരു കരിങ്കല്ലായി മാറിപ്പോയി. ചന്ദൻ്റെ ഭാര്യ അത് കണ്ട് ഭയന്ന് മറിച്ച് മുത്തപ്പനെ എൻ്റെ മുത്തപ്പ എന്ന് വിളിച്ചു കരഞ്ഞു. ആ വിളി കേട്ട് പ്രസന്നനായ മുത്തപ്പൻ ചന്ദന ജീവൻ തിരിച്ചു കൊടുത്തു. പിന്നീട് ചന്ദനും ഭാര്യയും മുത്തപ്പന് കള്ളും ഉണക്കമീനും വഴിപാടായി നൽകി. ഈ സംഭവത്തിന് ശേഷമാണ് അവിടെ പറശ്ശിനിക്കടവ് മടപ്പുര ഉയർന്നു വരുന്നത്. മുത്തപ്പൻ്റെ സന്നിധിയിൽ ജാതിയോ മതമോ നോക്കാതെ എല്ലാവർക്കും പ്രവേശനമുണ്ട്. അവിടെ എല്ലാവർക്കും സൗജന്യമായി ഭക്ഷണവും ലഭിക്കുന്നു. മുത്തപ്പൻ ദൈവത്തിന് 2 രൂപങ്ങളുണ്ട്. ചെറിയ കുട്ടിക്കാലത്തെ രൂപത്തെ വെള്ളാട്ടമെന്നും വലിയ രൂപത്തെ തിരുവപ്പന എന്നും വിളിക്കുന്നു. തൻ്റെ അടുക്കൽ വരുന്ന ഭക്തരുടെ സങ്കടങ്ങൾ നേരിട്ട് കേട്ട് അവർക്ക് മറുപടി നൽകി അനുഗ്രഹിക്കുന്ന കരുണാമനായ ദൈവമാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ. മുത്തപ്പൻ മടപ്പുരയിലെ ഏറ്റവും പ്രശസ്തമായ പ്രസാദമാണ് കറുത്ത വൻപയർ നന്നായി പുഴുങ്ങിയതും അതിനൊപ്പം ചെറിയ തേങ്ങാപ്പൂളും പിന്നെ ചായയും. ഈ പ്രസാദം എല്ലാ ഭക്തർക്കും ലഭിക്കുന്നതാണ്. ക്ഷേത്രങ്ങളിൽ കാണാത്ത ഒരു പ്രത്യേകതയാണ് മുത്തപ്പന് കള്ള് വഴിപാടായി സമർപ്പിക്കുന്നത്. തെയ്യം കെട്ടിയാടുന്ന സമയത്ത് മുത്തപ്പൻ ഈ കള്ള് കുടിക്കുകയും പിന്നീട് അത് ഭക്തർക്ക് തീർത്ഥപ്രസാദം പോലെ ചെറിയ അളവിൽ തിരിച്ചു നൽകുകയും ചെയ്യാറുണ്ട്. ഇതിനെ കാരണം അല്ലെങ്കിൽ മധു എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മുത്തപ്പന് കല്ലിനൊപ്പം നൽകുന്ന മറ്റൊരു പ്രധാന വഴിപാടാണ് ഉണക്കമീൻ ചുട്ടത്. സാധാരണ ക്ഷേത്രങ്ങളിൽ മാംസാഹാരം നിഷിദ്ധമാണെങ്കിൽ ഇവിടെ മുത്തപ്പൻ്റെ ഇഷ്ടവിഭവമായി ഉണക്കമീൻ കനലിൽ ചുട്ടത് സമർപ്പിക്കുന്നു. ഇതും ഭക്തർക്ക് പ്രസാദമായി ലഭിക്കാറുണ്ട്. പറശ്ശിനിക്കടവിലെത്തുന്ന ഒരാളും വിശന്നിരിക്കരുത് എന്നാണ് മുത്തപ്പൻ്റെ കൽപ്പന. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന മുഴുവൻ ഭക്തർക്കും ദിവസവും ഉച്ചയ്ക്കും രാത്രിയും സൗജന്യമായി കേമമായ സദ്യ നൽകുന്നുണ്ട്. ജാതിയോ മതമോ സാമ്പത്തിക ശേഷിയോ നോക്കാതെ എല്ലാവരും ഒരേ പന്തിയിലാണ് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. മുത്തപ്പൻ ദൈവം ഭക്തരോട് സംസാരിക്കുമ്പോൾ കയ്യിലുള്ള പയറും തേങ്ങാപ്പൂളും പ്രസാദമായി അവരുടെ കയ്യിലോട്ട് നേരിട്ട് വെച്ച് കൊടുക്കാറുണ്ട്. തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച ശേഷമുള്ള പ്രസാദം വാങ്ങുന്നത് ഭക്തർ വലിയൊരു പുണ്യമായാണ് കരുതുന്നത്. ജാതിയോ മതമോ നോക്കാതെ എല്ലാവരെയും ഒരേപോലെ കണ്ട് അവരുടെ സങ്കടങ്ങൾ കേൾക്കുന്ന മുത്തപ്പൻ്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. 20 ഡേയ്സ് 20 സ്റ്റോറീസ് ചലഞ്ചിൻ്റെ 13ാം ദിവസമായ നാളെ മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം.